ഹിൻഡൻബർഗ് പുതിയൊരു വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. അദാനി കമ്പനികളെ സംരക്ഷിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. 40,000 കോടി രൂപയുടെ മേലെ ഇൻവെസ്റ്റ്മെന്റ്സ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇന്ത്യയിലുള്ള വിവിധങ്ങളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അദാനി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് കാരണവും അദാനി കമ്പനികൾ പിടിച്ചു നിൽക്കുന്നത്. DIIs അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നിങ്ങളൊക്കെ കൊടുക്കുന്ന SIPയിൽ ആ പണം ഉപയോഗിച്ചിട്ട് വലിയൊരു പൂൾ ഓഫ് മണി അവർ യൂസ് ചെയ്തിട്ട് ഇത്തരം ഷെയർസ് വാങ്ങുകയാണ് ചെയ്യുക. അപ്പം നമ്മൾക്ക് അതിൽ മനസ്സിലാവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്ട്ലി അദാനി കമ്പനീസിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ പോലും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP മുഖാന്തരം ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ അദാനി ഷെയർസ് വാങ്ങിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അദാനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ റിസർച്ച് നടത്തി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഹിൻഡൻബർഗ് പറയുന്നത് ഏകദേശം ശരിയാണ്. കാരണം അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SBIയുടെ ഫോക്കസ്ഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ട്. അവര് ജൂലൈ 2024 മാത്രം വാങ്ങിച്ചത് 55,83,000